നമസ്കാരം. അധ്യാത്മരാമായണം തുടരുന്നു. ആരണ്യകാന്ഡം. ഇന്ന് ആരണ്യകാന്ഡത്തിൽ സീത അന്വേഷണം, ജടായുഗതി, ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരിയാശ്രമ പ്രവേശം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. എങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ, ദുഃഖഭാവവും കൈകൊണ്ടെത്രയും വിലപിച്ചാൻ. ഹാ ഹാ ജാനകീ ദേവി, ഹാ ഹാ മൽപ്രാണേശ്വരി. വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാൻ എന്നറിഞ്ഞാലും. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും തുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. നിർമ്മലം ധർമ്മകർമാധാരമപാപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടുകൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോൾ അവൻ നമ്മെ എന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. തൽക്ഷണം ഛേദിച്ചതു ദക്ഷിണഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മന പറഞ്ഞേടിനാൻ കബന്ധനും, താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം. കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ, പാഹി സൗമിത്രി സേവ്യ, പാഹി മാം ദയാനിധേ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടരമാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന ശബര്യാശ്രമം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ പൂജിച്ചു തൻ പാദതീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂല്യങ്ങൾ നൽകിയിടിനാൾ. ഭക്തി പൂണ്ടിത്തമുക്ത ദേഹത്യാഗവും ചെയ്തു. മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കിതു കാലം. നമസ്കാരം. Continuing Adhyatmaramayanam. Today in Aranyakandam, the topics covered are: Rama goes in search of Sita in the forest. He gives moksha to Jatayu. Jatayu praises Rama. He gives moksha to Kabandha, and Kabandha praises Lord Rama. And finally, he enters the ashram of Shabari. So Rama goes through the forest searching for Sita, crying in distress. And he comes across Jatayu, the bird. Jatayu says that Rakshasa Ravana has carried away Sita. I fought with him and he killed me. He cut my wings. So Sita gave me the boon that you will not die until you tell my whereabouts to Lord Rama. So here I am telling you about Sita. Kindly bless me. And he dies. And Rama does the rituals for Jatayu. And after that he goes through the forest again. He comes across a demon who is called Kabandha. He looks very weird and Rama cuts his arms. Lakshmana cuts the other arm and then he becomes a Gandharva. So he also gets moksha from Rama and he also praises Lord Rama. After that, Rama continues his journey through the forest. He enters the ashramam
of Shabari. Shabari is an old lady who is a devotee of Rama. She is waiting for Rama for many years. On seeing Rama, she was obsessed with devotion and she gives him fruits and water, and she does prayers to Rama. She falls at his feet and she also gets moksham. So this is today's topics in Aranyakandam.